ഗൈസ് വെൽക്കം ബാക്ക്. നമ്മുടെ വണ്ടികളെല്ലാം വിളിക്കാൻ പോവാണ്. 2015 ചേട്ടാ, 2015 ശേഷമുള്ള വണ്ടികളെല്ലാം വിളിക്കാൻ പോകട്ടോ. നല്ല കാര്യം. 2015 ശേഷമുള്ള വണ്ടികളെല്ലാം പൊളിച്ച്, അതുകൂടാതെ 2015 ശേഷം കൂടുതൽ ചില വണ്ടികളുണ്ട്, അതിന് 50% മണ്ടയ്ക്ക് ടാക്സ്. എങ്ങനെയുണ്ട് സർക്കാർ നമ്മളെ വലിപ്പിക്കുന്ന രീതി? ഇഷ്ടപ്പെട്ടോ? നല്ല രീതി. എങ്ങനെ സാധിക്കുന്നുണ്ട് സർക്കാരെ ഇങ്ങനെ ബാക്കിയുള്ളവരെ മുഞ്ചിച്ച് ജീവിക്കാൻ എന്നാണ് പ്രിയപ്പെട്ട സർക്കാരിനോട്, അല്ലെന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ട മോട്ടോർ ഇൻസ്പെക്ടർമാരോട്, അല്ലെന്നുണ്ടെങ്കിൽ ഈ മോട്ടോർ പരമായിട്ടുള്ള നിയമങ്ങൾ ഉണ്ടാക്കുന്ന അണ്ണന്മാരോട് എനിക്ക് ചോദിക്കാനുള്ളത്, പാവപ്പെട്ടവരുടെയൊക്കെ ആഗ്രഹം ഉണ്ടാക്കുന്ന എടാ, ഇവിടെ ഒരു വണ്ടി 4 ലക്ഷം രൂപയ്ക്ക് ഇറങ്ങുവാന്നുണ്ടെങ്കിൽ 10 ലക്ഷം രൂപയ്ക്ക് കസ്റ്റമേഴ്സിന് മേടിക്കാൻ പറ്റത്തുള്ളൂ, അതുകൊണ്ട് ആൾക്കാർക്ക് മേടിക്കാൻ പറ്റത്തില്ല. 6 ലക്ഷം രൂപ നികുതിയാണ്, അങ്ങനെയൊക്കെ പറഞ്ഞൊക്കെ മാക്സിമം ആൾക്കാരെ പിഴിഞ്ഞെടുക്കുന്ന നാടും നമ്മുടെ ഭരണസമിതി, അല്ലെന്നുണ്ടെങ്കിൽ എന്ത് പറയുന്നത്, ഭരിക്കുന്ന ചേട്ടന്മാരും നിയമം ഉണ്ടാക്കുന്നവരും എല്ലാം നല്ല രീതിയിൽ ഉത്സാഹിക്കുന്നത് കൊണ്ട് നമ്മുടെ നാട് മുടിഞ്ഞു വരും. എന്റെ അഭിപ്രായം എന്തുവാ? ഇങ്ങനെ വലിപ്പിച്ച് പണ്ടുള്ളവരുടെ എല്ലാവരുടെ ആഗ്രഹമായിരുന്നു ഒരു BMW ബെൻസ് ഒക്കെ എടുക്കണമെന്നുണ്ടെങ്കിലേ ഡൽഹി വണ്ടിയുടെ റീ രജിസ്ട്രേഷൻ എന്ന പരിപാടിയുണ്ട്. അതെല്ലാം ചെയ്ത് ഉണ്ടാക്കിക്കൊണ്ട് നടക്കുന്ന കുറെ എണ്ണന്മാർക്കൊന്നും പിടിക്കുന്നില്ല. അതിന് കേരളത്തിൽ നിന്ന് കാശുള്ളവന്മാർ മാത്രം ഉണ്ടാക്കിയാൽ മതി കേട്ടോ. കാശുള്ളവന്മാർ മാത്രം ഉണ്ടാക്കിയാൽ മതി. കാശുള്ളവർ മാത്രം ഉണ്ടാക്കിയിട്ട് കാശുള്ളവർ അണ്ണക്കിലോട്ട് തെള്ളിക്കേറ്റ് വെച്ചെടുക്കണം കേട്ടോ. അങ്ങനെയാണ് കേട്ടോ. അല്ലാതെ പാവപ്പെട്ടവന്റെ ഒരു ആഗ്രഹ പ്രകാരം അവനിപ്പം 10, 80, 90 ലക്ഷം രൂപയുടെ 1 കോടിയുടെ BMW, അല്ലെന്നുണ്ടെങ്കിൽ ബെൻസ്, ഔഡി, അതുപോലെ പുതിയ അങ്ങനത്തെ പ്രീമിയം ബ്രാൻഡുകളായിട്ട് ഡൽഹി, MH അങ്ങനെയൊക്കെ രജിസ്ട്രേഷൻ വണ്ടിയൊക്കെ ഭയങ്കര ചീപ്പ് റേറ്റ്, ഇപ്പൊ 8 ലക്ഷം രൂപ 10 ലക്ഷം രൂപ കിട്ടും. അവരൊരു ആഗ്രഹ പ്രകാരം കുറച്ച് നാളും കൂടെ അത് ഓടിക്കാൻ പറ്റും. ഇവിടുത്തെ നിയമം ഉണ്ടാക്കുന്ന അണ്ണന്മാരും അമ്മായിമാരും എല്ലാ ചേട്ടന്മാരും ബാക്കിയുള്ളവരെ പച്ചക്കറിയില്ല എങ്ങനെ മറ്റുള്ളവരെ ഊമ്പിക്കാം, അതാണ് ചിന്തിക്കുന്നത്. അങ്ങനെ തന്നെ ചിന്തിക്കുന്നത്, എങ്ങനെ ബാക്കിയുള്ളവരെ ഊമ്പിച്ചിട്ട് പൈസ ഉണ്ടാക്കാം. പൈസ ഉണ്ടാക്കുന്ന രീതി കുറഞ്ഞപ്പോ, അതായത് ആൾക്കാർ പുതിയ വണ്ടി ഇപ്പൊ ആൾക്കാർ എടുക്കുന്ന കുറവാ. ആൾക്കാർക്ക് ഊമ്പിയിലെല്ലാം മനസ്സിലായി. അതിനുശേഷം പുതിയ വണ്ടി എടുക്കുന്നത് കുറഞ്ഞപ്പോഴത്തേക്കും അണ്ണന്മാർ ഉണ്ടാക്കിയ പുതിയ കുണച്ച നിയമമാണിത്. ഇതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ട്? എനിക്ക് എത്തിയും പറഞ്ഞാൽ ഭയങ്കര വെറുപ്പ്. ഞാൻ സെക്കൻഡ് ഹാൻഡ് വണ്ടി ഉപയോഗിക്കുന്ന ഒരാളാണ്, സെക്കൻഡ് ഹാൻഡ് വണ്ടി മേടിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. എനിക്ക് പുതിയ ബ്രാൻഡ് ന്യൂ റോഡ് ടാക്സി മേടിച്ചിട്ട് ഒന്ന് ആലോചിക്കുക. ഒരു സ്വിഫ്റ്റ് ഒക്കെ ഈ വണ്ടിയൊക്കെ തന്നെ ആണെന്നുണ്ടെങ്കിലും ഒരു 4 ലക്ഷം രൂപ 5 ലക്ഷം രൂപ പോലും ഇല്ല. ഇത് ഇറക്കണമെങ്കിൽ 8 ലക്ഷം രൂപ വേണം. എന്തിനാ ഇങ്ങനെ നാട്ടുകാരെ മുമ്പിച്ച്? എത്ര നാട് എനിക്കറിയത്തില്ല. നാടിന്റെ നന്മ എന്നൊക്കെയാ പറയുന്നത്. നാടിന്റെ നന്മ ഇപ്പൊ എന്താ, ഇവിടുത്തെ റോഡൊന്നും കാണിച്ചു തരാൻ പറ്റത്തില്ല. ഇവിടെ ഓരോരുത്തരുടെ വീടിന്റെയൊക്കെ ഫ്രണ്ടായപ്പോ ഇല്ലേ കാണിച്ചു തരായിരുന്നു. ഇവിടൊക്കെ നാടിന്റെ നന്മ കാണിച്ച് റോഡൊക്കെ ഉണ്ടാക്കിയിട്ടിട്ട് കോളം ഈ കാണുന്ന കായൽ കണ്ടോ? ഈ കായലിന്റെ 10 ഇരട്ടി ആഴമാണ് മഴ പെയ്യുമ്പോ ഇവിടുത്തെ റോഡിലേക്ക് ഒഴുകി. അങ്ങനെയുള്ള അവസ്ഥയാണ്. എന്താണ് ചേട്ടാ പറയാനുള്ളത്? ഇത് കുളം ഏതാ റോഡ് ഏതാന്നുള്ള അവസ്ഥയാ. നീ ഇങ്ങോട്ട് നോക്കി പറ. അതന്നെ, കുളം ഏതാ റോഡ് ഏതാന്നുള്ള അവസ്ഥയാ. എങ്ങോട്ട് തിരിഞ്ഞാലും ഇതൊക്കെ തന്നെ. എന്തായാലും സർക്കാരെ, നല്ല കാര്യം സർക്കാരെ, ബാക്കിയുള്ളവരെ മുഞ്ചിക്കുന്നവരോട് വീണ്ടും തുടരുക. നിങ്ങൾ മുടിഞ്ഞു പോകാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും. അപ്പം മുടിഞ്ഞു പോകാൻ പ്രാർത്ഥിക്കുന്ന ചങ്ങാതിമാരെല്ലാം അടി വന്ന് കമന്റ് ചെയ്യണം. ഇവന്മാരുടെ ഒക്കെ തല ആകാശം ഇടിഞ്ഞു വീഴണമെന്നാണ് എന്റെ പ്രാർത്ഥന. ഭഗവാനെ, അങ്ങനെ തന്നെയാണ് എന്റെ പ്രാർത്ഥന. അല്ലാതെ എന്താ പറയാനുള്ള, പാവപ്പെട്ടവരെ ജീവിക്കാൻ സമ്മതിക്കത്തില്ല. എങ്ങനെ ബാക്കിയുള്ളവരെ മുഞ്ചിക്കാന്ന് പറഞ്ഞ് നടക്കുന്ന കുറെ സംഭവങ്ങൾ സമ്മതിച്ചു കൊടുക്കണോ അല്ലേ? നീ ഏത് വണ്ടി എടുക്കണം? BMW അല്ലേ? ഞങ്ങളുടെ എല്ലാവരും ആഗ്രഹം BMW ഒക്കെ എടുക്കണമെന്ന്. പക്ഷെ മാറിയിട്ട് അത് സമ്മതിക്കത്തില്ല. നീയൊക്കെ മുടിഞ്ഞു പോവാടാ കാലന്മാരെന്നാണ് എനിക്ക് പറയാനുള്ളത്.